അടിമാലി കൂമ്പൻപാറ 200 ഏക്കർ റോഡിൽ 25 ഏക്കറിൽ ടിപ്പർ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു. ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിടിഞ്ഞതോടെ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൂമ്പൻപാറ 200 ഏക്കർ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. സിമന്റ് ഇഷ്ടിക കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ലോറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം കയറിയതോടെ റോഡരികെ ഇടിഞ്ഞു പോയതാണ് അപകടത്തിന് ഇടവരുത്തിയത്. അരികിടിഞ്ഞതോടെ ലോറി കൊക്കയിലേക്ക് പതിച്ചു. വഴിക്ക് വീതിയില്ലാത്തതും കാട് പൊങ്ങി നിന്നിട്ടും സൈഡ് ഇടിഞ്ഞു കിടന്നതുമാണ്. സ്കൂൾ വണ്ടി പോകുന്ന ഒരു വഴിയാണ്. 10-50 പിള്ളേരെയും കൊണ്ട് പോകുന്ന ഒരു വഴിയാണത്. ഡ്രൈവർക്കാണെങ്കിലും പരിക്കുണ്ടായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാട് വെട്ടി നീക്കി അടിയന്തരമായിട്ട് സൈഡ് ഒന്ന് കെട്ടിക്കിട്ടാൻ അടിയന്തരമായിട്ടൊരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴേക്ക് പതിച്ച ലോറി സമീപത്തെ ഒരു പ്ലാവിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. താഴേക്ക് പതിച്ചതിനെ തുടർന്ന് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. റോഡരികിലെ പൊന്തക്കാട് വെട്ടി നീക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് സമീപവാസികൾ പറയുന്നു. ഈ ഭാഗം മുമ്പിടിഞ്ഞിരുന്നതാണെന്നും പൊന്തക്കാട് മൂലം അപകട സാധ്യത തിരിച്ചറിയാതെ ഡ്രൈവർ വാഹനം ഇവിടേക്ക് കയറ്റിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും സമീപവാസികൾ പറയുന്നു. ഈ റോഡിലെ പൊന്തക്കാട് പൂർണ്ണമായി വെട്ടി നീക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.